ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ വെർഗോന് വേണ്ടിയിട്ട് ഏപ്രിൽ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് വെർഗോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻ, നക്ഷത്രം സൈൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇത് ഒരു ജനറൽ റീഡിംഗ് കൂടിയാണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണൽ റീഡിങ്സ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. പേഴ്സണൽ കൺസൾട്ടേഷൻ പെയ്ഡ് സെഷൻസ് ആണ്. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി അത് നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്, അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ചാനൽ മെമ്പർ ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് അഡ്വാൻസിൽ കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ ഏപ്രിൽ മാസത്തിൻ്റെ മെസ്സേജസ് പറയണതെന്ന് റീഡിങ്ങിൽ കാണാം. വെർഗോ, നിങ്ങളുടെ എന്താണ് ഓവറോൾ എനർജി? ഏപ്രിൽ മാസത്തിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. പാസ്റ്റിൽ എന്താ ഉണ്ടായേ നിങ്ങളുടെ ലൈഫിൽ? ഏസ് ഓഫ് വാൻഡ്സ്. കറണ്ട് എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. ഫ്യൂച്ചറിൽ വരാൻ പോണ എനർജി 7 ഓഫ് വാൻഡ്സ്. ചാലഞ്ച് നിങ്ങൾക്ക് ഈ മാസം 3 ഓഫ് കപ്സ്. അഡ്വൈസ് വരണത് യൂണിവേഴ്സിന്റെ അഡ്വൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 4 ഓഫ് വാൻഡ്സ്. സർപ്രൈസ് ഫാക്ടറിൽ 2 ഓഫ് കപ്സ്. ഔട്ട്കമിൽ ഈ കാർഡ്. അപ്പോൾ വെർഗോ, ഞാനിവിടെ കാണുന്നത് 3 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. 3 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു എഫേർട്ട് ഇടുന്ന എനർജിയാണ്. ഓക്കെ, കമ്മ്യൂണിറ്റിയുടെ എനർജിയാണ്, ഫാമിലി എനർജിയാണ്, വേറെ ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യണ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യണ എനർജിയാണ്. അപ്പോൾ കരിയറിൻ്റെ കാര്യത്തിൽ ഇത് നിങ്ങൾ വേറെ ആൾക്കാരുടെ കൂടെ ഒരു ടീമായിട്ട് എഫേർട്ട് ഇടണോ, എന്തോ ബിൽഡ് ചെയ്യാൻ നോക്കണോ, എന്തോ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യണോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ്. ഇത് റിലേഷൻഷിപ്പിലാവുമ്പോഴേക്കും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവും. അപ്പോൾ എന്താണ് ഇത് എക്സാക്ട്ലി എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ നോക്കാം. ഈ 3 ഓഫ് പെൻറ്റിക്കിൾസ് എന്തുകൊണ്ടാണ് ഇവിടെ കാണുന്നത്? 3 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സ്. അപ്പോൾ നൈറ്റ് ഓഫ് വാൻഡ്സ് ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജിയാണ്, ഒരു ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഇത് കുറെ പാഷൻ്റെ എനർജിയാണ്. ഒരു പാഷനറ്റ് പേഴ്സൺ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ, പക്ഷേ ഈ പേഴ്സൺ കമ്മിറ്റഡ് അല്ല. ഓക്കെ, അവരുടെ വേറെ ഓപ്ഷൻസ് ഉണ്ട്, വേറെ കുറേ കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒരു സ്ഥലത്ത് ഒരു സ്ഥിരത ഇല്ല. പറഞ്ഞാൽ അവർ ഇന്ന് ഇവിടെ ആയിരിക്കും, നാളെ വേറെ എവിടെയെങ്കിലും പോവും. പറഞ്ഞാൽ ഒരു ലൈഫിലൊരു ഡിസിപ്ലിൻ ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കും നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ടച്ചിലല്ല വെച്ചാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പോകുന്നുണ്ട്. ആദ്യം നിങ്ങളുടെ ലൈഫിൽ അവർ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻഡ്സും 3 ഓഫ് പെൻറ്റിക്കിൾസ്, 9 ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിരിക്കണം. അപ്പോൾ ഫിനാൻഷ്യലി ഇത് നല്ല സമയമാണ്, പക്ഷേ ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയിലാണ് നിങ്ങൾ ഈ മാസം. ഞാൻ കാണുന്നത് പാസ്റ്റിൽ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ. ഇപ്പോൾ ഇത് റിലേഷൻഷിപ്പ് ആവാം, അതല്ല ഒരു ജോലിയുടെ കാര്യത്തിലാവാം, എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ടായിരുന്നു. ഈ ഏസ് ഓഫ് വാൻഡ്സ് എന്താണ് ഇവിടെ? നിങ്ങളൊരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുത്തു, മുമ്പോട്ടേക്ക് പോയി. നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇതിൻ്റെ ഔട്ട്കം എന്തായിരിക്കും എന്ന്, പക്ഷെ നിങ്ങൾക്കൊരു ഫെയ്ത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്ത് ഈ സിറ്റുവേഷനിൽ മുമ്പോട്ടേക്ക് പോകണു, ഒരു റിസ്ക് എടുക്കണു. 4 സോഡ്സ് ഉണ്ട് ഇവിടെ, പക്ഷേ ഇത് മെൻ്റലി, ഇമോഷണലി, ഫിസിക്കലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഒരു സ്ട്രെയിൻ ആയിരുന്നു. എന്താ വെച്ചാൽ ഞാൻ കാണുന്നത് ഇവിടെ ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ് ഒരു റിലേഷൻഷിപ്പിൽ. അതല്ലാണ്ട് ഇത് ഇമോഷണലി നിങ്ങളെ കുറേ എഫക്റ്റ് ചെയ്തു, ഫിസിക്കലി കുറേ നിങ്ങൾക്ക് ഇത് ബാധിച്ചു. അപ്പോൾ എന്തോ ഒരു റെസ്റ്റ് എടുക്കണ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഇത് പാസ്റ്റിൽ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾ ഇൻവോൾവ് ആയിരുന്നു വെച്ചാൽ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു എനർജി ആണ് കാണുന്നത്. നിങ്ങളും ഈ പേഴ്സൻ്റെ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ്റെ എനർജി കാണാണ്ട്. ഇതൊരു ജോലിയുടെ കാര്യമാണ് വെച്ചാൽ ഈ ജോലി എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കുറേ എഫക്റ്റ് ചെയ്തു, അത് ഫിസിക്കലി, മെൻ്റലി. ഓക്കെ, അപ്പോൾ എന്തോ ഒരു റെസ്റ്റ് എടുക്കണ എനർജി കാണാണ്ട്. അപ്പോൾ
കറണ്ട് എനർജിയിൽ ഞാൻ പറഞ്ഞ മാതിരി ആ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരണു. നൈറ്റ് ഓഫ് കപ്സ്, അവർ എന്തോ ഒരു മെസ്സേജ് അയക്കാൻ പോകുന്നുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസും ഉണ്ടാവും റിലേഷൻഷിപ്പിൽ. ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു അപ്പ് ആൻഡ് ഡൗൺ എനർജി കാണാണ്ട്, എന്ന് വെച്ചാൽ എനർജിയിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നില്ല. എന്താ വെച്ചാൽ നിങ്ങളിത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഈ പേഴ്സൺ വരണത്. പക്ഷേ നിങ്ങൾ ക്വിക്ക്ലി റിക്കവർ ചെയ്ത് ഒരു ക്ലിയർ ആയി ഒരു ഡിസിഷൻ എടുക്കണോ. എന്താ വെച്ചാൽ ഈ പേഴ്സൺ ഇടയ്ക്ക് ഇത് ചെയ്യാറുണ്ട്. ഇടയ്ക്ക് വരും, പിന്നെ ഡിസപ്പിയർ ആവും, ആദ്യം വരും, പിന്നെ ഒരു ന്യൂസ് ഇല്ല. അപ്പോൾ ഇപ്പോൾ ഇപ്രാവശ്യം അവർ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് അവരോട് പറയണോ, ഇതെനിക്ക് നടക്കില്ല, ഇത് നിങ്ങൾക്ക് എന്താ വേണ്ട വെച്ചാൽ ക്ലാരിറ്റിയുടെ കൂടെ പറയുക. അതല്ല വെച്ചാൽ ഞാൻ ഈ സിറ്റുവേഷന് വാക്ക് അവേ ചെയ്യണോ, ഈ സിറ്റുവേഷൻ എനിക്ക് ശരിയാവില്ല. അപ്പോൾ അങ്ങനത്തെ ക്ലാരിറ്റി ഇപ്പോൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഈ മാസം. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് ചില ചാലഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ, 7 of Wands. പക്ഷെ നിങ്ങൾക്ക് അത് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്താ വെച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് ആ സിറ്റുവേഷനെ ഡീൽ ചെയ്യണോ. മജിഷ്യൻ, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. പക്ഷേ ചില ചാലഞ്ചസ് ഉണ്ടാവും, ചില ബ്ലോക്സ് ഉണ്ടാവും, എസ്പെഷ്യലി നിങ്ങളുടെ ലവ് ലൈഫിൽ. ഓക്കെ, ഞാൻ കാണുന്നത് ഒരു പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഒരു പുതിയ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ടാവും ഫ്യൂച്ചറിൽ. അപ്പോൾ 3 of Cups ആണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം. ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ തേർഡ് പാർട്ടി ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പുതിയ പേഴ്സൺ ഏപ്രിലിൽ നിങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട് വെച്ചാൽ അതല്ലാണ്ട് ഒരു പാസ്റ്റ് പേഴ്സണും തിരിച്ചു വരുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കേണ്ടി വരും. രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ് വരും നിങ്ങൾക്ക്. കുറേ ഒരു മനസ്സിലൊരു ക്ലാരിറ്റി ഇല്ല. എന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എന്താ വേണ്ടതെന്ന്. ക്വീൻ ഓഫ് കപ്സ്, ഇവിടെ ഇമോഷൻസ് ഉണ്ട്, ലവ് ഉണ്ട്. ഓക്കെ, രണ്ടാൾക്കും നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടാവും. പക്ഷേ ഏത് പേഴ്സണാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ 4 of Wands ആണ് അഡ്വൈസ്. യൂണിവേഴ്സ് പറയണത് നിങ്ങളുടെ ലോങ് ടേം സ്റ്റെബിലിറ്റി മനസ്സിൽ വെച്ചിട്ട് വേണം ഒരു ചോയ്സ് എടുക്കാൻ. 4 of Wands, ആരാണ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പോണത്, ആരാണ് നിങ്ങൾക്ക് ആ ഇമോഷണൽ ഫിസിക്കൽ ആ ഒരു സപ്പോർട്ട് തരണത്, ലോങ് ടേം പാർട്ട്ണറായിട്ട് നിങ്ങൾ ആരെയാണ് കാണുന്നത്. ഇവിടെ ഒരു പുതിയ തുടക്കമുണ്ട് ലവിൽ. ഇതൊരു മാരേജ് എനർജിയിലേക്കാണ് പോകണത്. പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ചോയ്സ് എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ ലവ് ആണ് കാണുന്നത്. ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ കുറേ ലൈക്ക് ലവ് ചെയ്യണ എനർജി ഇവിടെ കാണാണ്ട്. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണ ഈ പേഴ്സൺ ആണ്. ഇവർ നിങ്ങളുടെ കരിയറിനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ എല്ലാം കാര്യത്തിലും ഒരു സപ്പോർട്ടീവ് പേഴ്സൺ ആണ്. പക്ഷെ അതല്ലാണ്ട് ഒരു വെരി ടോക്സിക് ഒരു എനർജിയും ഉണ്ട്. അപ്പോൾ സൂക്ഷിക്കണം വർഗോ. എന്താ വെച്ചാൽ ഈ മാസം ചിലവർ നിങ്ങളുടെ അഗൻസ്റ്റ് ആയിട്ടാണ്, എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു ടെംപ്ടേഷൻ ആയിട്ടാണ് വരണേ. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട് വെച്ചാൽ അതിനെ തകർക്കാൻ നോക്കരുത്. എന്താ വെച്ചാൽ ഈ പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങളുടെ കറണ്ട് എനർജി, കറണ്ട് റിലേഷൻഷിപ്പിനെയും അത് എഫക്റ്റ് ചെയ്യണോ. അപ്പോൾ അത് സൂക്ഷിക്കണം, അത് എഫക്റ്റ് ചെയ്യാണ്ട് നോക്കണം. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് ഉണ്ട് വെച്ചാൽ എന്തിനാ അതിനെ സ്പോയിൽ ചെയ്യേണ്ട ഒരു പാസ്റ്റ് പേഴ്സന്റെ കാരണം അത് സ്പോയിൽ ആവാൻ പാടില്ല. സൺ എനർജി, ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങൾക്ക് ഈ മാസം. നിങ്ങളൊരു സ്റ്റേബിൾ തുടക്കമുണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ ഒരു ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ട്, കുറേ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകണു, കുറേ സക്സസ് ഉണ്ട് ലൈഫിൽ, ട്രാവൽ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നല്ല മാസമാണ് മൊത്തം നോക്കിയാൽ. ബട്ട് ചില ഇഷ്യൂസ് ഞാൻ പറഞ്ഞ മാതിരി എസ്പെഷ്യലി ഒരു പാസ്റ്റ് പേഴ്സൺ തിരിച്ചു വരുമ്പോൾ കുറച്ചൊരു ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒറക്കിൾ മെസ്സേജ് പറയണത് ഇവിടെ യു ആർ റെഡി. ഓക്കെ, എന്തോ നിങ്ങളുടെ ലൈഫിൽ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ റെഡിയാണ്. അപ്പോൾ അതിനെ സെക്കൻഡ് ഗസ് ചെയ്യരുത്, ഡൗട്ട് ചെയ്യരുത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് വർഗോ. ഇത് റെസനേറ്റ് ചെയ്തു ഞാൻ ഹോപ്പ് ചെയ്യണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേഴ്സണൽ റീഡിങ്സിന് എന്നെ കോൺടാക്ട് ചെയ്യാണ്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.